ഫുൾ ബോഡി ലെവലിൽ കാണുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിരിക്കാൻ എൻ്റെ ഈവനിങ് ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് തിരിപ്പിക്കും. കാണുന്നത് ഈ നമ്മുടെ എൻ്റെ ജൂനിയേഴ്സ് പിള്ളേരുടെ എൻ്റെ ഏട്ടന്മാരും ഒന്നും രണ്ടെണ്ണം ഉണ്ട്. പിന്നെ എല്ലാം ജൂനിയേഴ്സ് ബോയ്സ് ആണ് അത്ര തന്നെ. അപ്പോൾ ഇതൊരു എന്താണ് എൻ്റെ വീട്ടിൻ്റെ ഒരു അടുത്തുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഒരു സാധാ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ എസ്റ്റേറ്റുകൾ വേറെ ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ് അങ്ങനത്തെ കുറേ ഇത്, പിന്നെ ഫോറസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അത്ര തന്നെ. അപ്പോൾ ഈവനിങ് അടിപൊളിയായിട്ടുള്ള വൈബാണ്. സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അത്രയും ഗ്രൗണ്ട് ലെവൽ തന്നെ. പക്ഷേ ഗ്രൗണ്ട് ലെവലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രം ചില ഏരിയയിൽ മാത്രം വെള്ളം അത്ര ഉണ്ടാവും. ബാക്കി മൊത്തം നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്രൗണ്ട് തന്നെ. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ആ ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞത് എടുക്കുക, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടാം അത്ര തന്നെ. ശരി, ഒന്ന് കളിയൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അങ്ങനെ ഉണ്ടാകും അത്ര തന്നെ. ഇവിടെ ഞങ്ങൾ +2 ടൈമിങ് അവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഈവനിങ് ഞങ്ങൾ ഒന്നിച്ച് കൂടാറുണ്ട്, അത്യാവശ്യം ഫ്രണ്ട്സ്. അത് ഞങ്ങൾക്കൊരു ഹാരമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഹാപ്പിനെസ് എടുക്കുന്നത് പറഞ്ഞാൽ സ്പോർട്സിൽ കൂടെയാണ്. അത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഫ്രണ്ട്സ് വഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ അച്ചീവ്മെൻറ്റ് കിട്ടും. കാരണം ചിലപ്പോൾ ഒരു കളി തോറ്റു കഴിഞ്ഞാൽ ജയിക്കാനുള്ള ഒരു ടെൻഡൻസി, ചിലപ്പോൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഹാപ്പിനെസ്. അപ്പോൾ എന്താണ് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടില്ല. അതൊക്കെ നമുക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ ഇവിടെ മച്ചാനെ അടിച്ച് ഗോളാക്കി അങ്ങനെ. പിന്നെ അതേമാതിരി ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ്. അത് ആ ഒരു ടൈമിങ്ങിൻ്റെ ഇതാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയ രീതിയിൽ വർക്കിംഗ് ആയ കാരണം ഒന്ന് മാറി നിൽക്കുമായിരുന്നു, വേറെ ഡിസ്ട്രിക്ട് തൃശ്ശൂർ തന്നെ. അവിടെ നിന്ന് ഇത് ബോർഡർ ഏരിയ, അത് കാരണം നല്ല വൈബായിട്ട് ഇരിക്കുന്നത്. ഈവനിങ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വന്നതാണ്. എൻ്റെ പഴയ ഞാൻ ഫുട്ബോൾ കളിക്കലും ക്രിക്കറ്റ് കളിക്കലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിൽ അത്യാവശ്യം ചിലവരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പല ഭാഗങ്ങളിലാണ്. അപ്പോൾ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവന്മാരെ വിളിച്ച് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുട്ബോളാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് ഓരോ കളി നടക്കും. ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ് അതാണ് ഇവിടുത്തെ മെയിൻ ഗ്രൗണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് ഇത് കാണിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. പിന്നെ ഗ്രൗണ്ടിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടമാതിരി ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിങ് ലെവലിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേമാതിരി എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ആയാലും കുഴപ്പമില്ല, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് എല്ലാം അവൈലബിലിറ്റി ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷേ ടൗണിലൊക്കെ വളരുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോകണമെങ്കിൽ, ഇപ്പോൾ കൊച്ചിക്കാർക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അങ്ങനെയുള്ള ചെറിയ സ്റ്റേഡിയങ്ങളിൽ പോകേണ്ടി വരും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്ലാറ്റായി കിടക്കുന്ന ഗ്രൗണ്ടാണ്. ഞങ്ങളുടെ ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രൗണ്ട്സ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലുള്ള ഏരിയയാണ്. അധികം ഗ്രൗണ്ട്സിന് അവൈലബിലിറ്റി കുറവ് അങ്ങനെയൊന്നുമില്ല. എല്ലാ ഏരിയയിലും ഗ്രൗണ്ട്സ് ഉണ്ടാകും. കാരണം അതിനു വേണ്ടിയിട്ട് തന്നെ ഗോൾ കണ്ടന്റിന്റെ മൊത്തത്തിലുള്ളൊരു അവയർനെസ്സിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാക്സിമം ബോയ്സും ഗേൾസൊക്കെ അത്യാവശ്യം ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ വീഡിയോ എന്താണ് അങ്ങനെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ആയ ഒതുങ്ങി ഒരു ഫ്ലാറ്റിൻ്റെ ലെവലിലോ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള ടീമുകളെ കാണണമെങ്കിൽ ഇങ്ങനെ ഓർഡിനറി ലെവലിൽ ഇറങ്ങിയിട്ട് കളിക്കുന്ന പിള്ളേർ, ഞാൻ ഓർഡിനറി ലെവലിൽ തന്നെയാണ് ഇതുവരെ ഓർഡിനറി ആയിട്ട് തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ച് നമുക്ക് നല്ല ഒരു പവർ ഓഫ് എനർജി, പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ്. ഓരോ ദിവസങ്ങളിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് തന്നെയാണ്. എന്താണ് കൂടുതലും ഒരു എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ഗെയിംസിലൊക്കെ കൂടുതൽ ഇത് കൊടുക്കുക, അത്ര തന്നെ ഇൻവോൾവിങ്